ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വ്ലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ശബ്ദങ്ങൾ കേൾക്കും. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ മാത്രം കോഴി കൂവും, ഓരോ മൃഗങ്ങളൊക്കെ ഇങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാരും ശ്രദ്ധിക്കണ്ട, എല്ലാവരും വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഗൈസ്. സത്യത്തിൽ വീഡിയോ എടുക്കാൻ ലേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗ് വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ അത്ര വരെ ഞാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ബാഗ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇനിയിപ്പോൾ സമയമില്ല, ഒട്ടും സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇനി വന്നിട്ട് ഈ സാധനങ്ങൾ ബുക്കും കാര്യങ്ങളൊക്കെ പൊതിയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുത്തിട്ട് ബാക്കിയെല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ബുക്ക് പൊതിയണ വീഡിയോയും കാര്യങ്ങളും എല്ലാം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ബാഗ് വന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ ലുലുന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പോകാനുള്ള സന്ദർഭവും അതേപോലെ തന്നെ സമയവും ഒന്നിച്ച് തന്നില്ല, അങ്ങനെ ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, മറ്റന്നാൾ വരും. അത്ര വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇനിയിപ്പോൾ എൻ്റെ ബ്രദേഴ്സിൻ്റെ കല്യാണമാണ്, അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാവും. ഇനി ശനിയും ഞായറും എൻ്റെ ബ്രദേഴ്സിൻ്റെ കല്യാണമാണ്, അതുകൊണ്ട് എനിക്ക് ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴേ വീഡിയോ എടുക്കാം. കല്യാണം വന്നിട്ട് കണ്ണൂരാണ്, അപ്പോൾ അങ്ങോട്ട് വെള്ളിയാഴ്ചയെ പോകും. പിന്നെ ബുക്ക് പൊതിയാനോ അതേപോലെ തന്നെ സംഭവം വാങ്ങിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല, വീഡിയോ എടുക്കാനോ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാഗ് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വിശേഷങ്ങൾ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണാം കേട്ടോ ഗൈസ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. എനിക്കും എൻ്റെ അനിയനും എന്തൊക്കെ വാങ്ങിച്ചു എന്നാണ് നോക്കാൻ പോകുന്നത്. യൂണിഫോം പോലും തയ്ക്കാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഗൈസ്, അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. മെയിനായിട്ട് എൻ്റെ റൂമിൽ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് എല്ലാം ബെഡും ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് വന്നിട്ട് ഡ്രസ്സാണ്, മറ്റേ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സാണ് ഗൈസ്. അപ്പോൾ അതൊരു ശൈലിയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് എൻ്റെ അനിയൻ്റെ ബാഗാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൽ വേറെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് എൻ്റെ അനിയൻ്റെ ബാഗ്, നല്ലൊരു ബാഗാണ്, അത്യാവശ്യം നല്ല ഓഫറിന് കിട്ടിയൊരു ബാഗാണ്. എൻ്റെ അനിയന് പിന്നെ ഇതൊക്കെയാണ് ത്രില്ല് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ള എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് വന്നിട്ട് അന്ന് സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഉള്ള ഇതൊക്കെ ഇതിലായിട്ട് വെച്ചേക്കുന്നത്. 3 കള്ളിയുണ്ട്, അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു അടിപൊളി ബാഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ബാഗല്ല, എനിക്കൊരു ബ്രാൻഡഡ് ബാഗാണ് വേണ്ടത് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കായിരുന്നത്. എൻ്റെ അനിയൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ പോയ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് വന്നിട്ട് എന്താണെന്ന് നോക്കാം കേട്ടോ ഗൈസ്. ബാഗിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഈ ബാഗ് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ടെക്സ്റ്റ് ബുക്സ് ആണ് സ്കൂളിൽ നിന്ന് കിട്ടിയത് കേട്ടോ ഗൈസ്. സ്കൂളിലത്തെ ടെക്സ്റ്റ് ബുക്കാണ്, പൊതിഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബുക്കുകളൊക്കെ പൊതിയണത് ഞാനാണ് ഗൈസ്, എല്ലാവരുടെ ബുക്കും ഞാൻ തന്നെയാണ് പൊതിയണത്. ഇനി അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഫാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് നല്ല ചൂടെടുക്കുന്നുണ്ട്. ഫാൻ ഇട്ടതിന് ഞാൻ പറയുന്നതൊന്നും കേൾക്കൂല, അതാണ് മെയിനായിട്ട് ഫാൻ ഇടാത്തത്. ഇനി ഈ ഒരു കിറ്റിൽ വന്നിട്ട് എൻ്റെയും എൻ്റെ അനിയൻ്റെയും നോട്ട്ബുക്സ് ആണ്, സ്കൂളിലേക്കുള്ള നോട്ട്ബുക്സ് ആണ്. അത്യാവശ്യം വലിയ നോട്ട്ബുക്സ് ആണ് വാങ്ങിച്ചേക്കുന്നത്. ഈ ഒരു കിറ്റ് നിറച്ചു നോട്ട്ബുക്സ് ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തൊന്നും കാണിക്കുന്നില്ല. എൻ്റെ അനിയൻ്റെ ബാഗ് പിന്നെ നോട്ട്ബുക്സ് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ സാധനങ്ങളുണ്ട്. നോട്ട്ബുക്സും ടെക്സ്റ്റൊക്കെ പൊതിയുന്ന വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാം കേട്ടോ ഗൈസ്. എൻ്റെ നോട്ട്ബുക്കും എൻ്റെ ടെക്സ്റ്റ് ബുക്കും വന്നിട്ട് H&C സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഗൈസ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ബുക്സും കാര്യങ്ങളാണ്, അധികം തിരക്കൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഗൈസ്. പ്രമോഷനൊന്നും അല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറഞ്ഞതാണ് ഗൈസ്. അപ്പോൾ നോട്ട്ബുക്സ് ഒക്കെ അവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ ഒരു കിറ്റിന്ന് നോക്കാം. ഇതിൽ വന്നിട്ട് കുറേ ഫയലും ടേപ്പും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇത് വന്നിട്ടാണ് എൻ്റെ അനിയൻ്റെ ബോട്ടിൽ കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ അനിയൻ്റെ ബോട്ടിൽ. ഇതെപ്പോൾ വാങ്ങിച്ചെന്നുള്ളതൊക്കെ അറിയാം, എനിക്കറിയില്ല എപ്പോഴാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യം. ഞാൻ എൻ്റെ സാധനങ്ങൾ പെറുക്കേണ്ട ഒരു തിരക്കിലായിപ്പോയി, അതുകൊണ്ട് എനിക്ക് എപ്പോഴാണ് വാങ്ങിച്ചതെന്ന് അറിയില്ല. ഇത് അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്, ഇത് എടുക്കണമെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്. ഇനി നമുക്ക് വന്നിട്ട് എൻ്റെ പൗച്ച് കാണും. ഇതാണ് എൻ്റെ പൗച്ച്, നല്ല ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്.
ട്വിങ്കിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ട്വിങ്കിൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ ബാഗിൻ്റെ ഒരു പേരും വന്നിട്ട് ട്വിങ്കിൾ എന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ രണ്ടും മാച്ച് ആയിട്ട് കിട്ടി ഗൈസ്. അപ്പോൾ ഇനി വന്നിട്ട് ഇതേ ഡബിൾ സൈഡ് ടേപ്പാണ്. ഇതെനിക്ക് ക്രാഫ്റ്റിന് വാങ്ങിച്ചതാണ് മെയിനായിട്ട്. പിന്നെ നാളെ വന്നിട്ട് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഇതിൻ്റെ വ്ലോഗ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 ടേപ്പ് ഉണ്ട്. അപ്പോൾ ടേപ്പ് നമുക്ക് പിന്നെ നോക്കാം. ഇത് വന്നിട്ട് പെൻസിലാണ്, അപ്സറയുടെ പെൻസിലാണ്. ഞങ്ങൾ അപ്സറയുടെ പെൻസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യൽ. പിന്നെ വന്നിട്ടാണെങ്കിൽ ഇത് ഞാൻ എനിക്ക് വാങ്ങിച്ചൊരു ക്യൂട്ടായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ളൊരു നോട്ട്ബുക്കാണ്. എനിക്ക് ക്യൂട്ട്നെസ് ഉള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ത്വരയാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. ഇനി വന്നിട്ട് നമ്മുടെ പശയാണ്. പശ നമ്മുടെ സ്കൂളിലൊക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ എനിക്ക് ക്രാഫ്റ്റിനും ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു പശ. എനിക്ക് ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വന്നിട്ട് ഫെവിക്കോളാണ്. ഇത് വന്നിട്ട് ഫെവി ബോണ്ട്. 2 പശ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും എടുക്കുന്നത് ആരും കണ്ടിട്ടില്ല. വാപ്പ ഒന്നും കണ്ടിട്ടില്ല. വാപ്പ കണ്ടെന്ന് സമ്മതിക്കൂല കേട്ടോ ഗൈസ് എടുക്കാനായിട്ട്. വാപ്പ ഇങ്ങനെ ക്രാഫ്റ്റിനോടൊന്നും അത്ര താല്പര്യമില്ല. ചെറിയ ചീത്ത പറയുന്നുള്ളൂ, അത്ര പ്രശ്നമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ്. ഇനി വന്നിട്ടൊരു ഫയലാണ്. ഇതെൻ്റെ ഉമ്മാക്ക് വാങ്ങിച്ചതാണ്. ഇതെടുക്കണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി എടുത്തതാണെന്ന്. പക്ഷേ ഇത് ഉമ്മാക്ക് വേണ്ടി എടുത്തതാണ്. ഇനി വന്നിട്ടാണെങ്കിൽ ഈ ഒരു പേപ്പർ ഇത് എടുക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു വാപ്പ ചീത്ത പറയുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞില്ല. വാപ്പ ഞാൻ ചെറുതാണ് വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വാപ്പ പറഞ്ഞു വലിയതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ഒരു റോൾഡ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി വന്നിട്ട് നമ്മുടെ ഒരു ടേപ്പും കൂടി ഉണ്ടായിരുന്നു, ഡബിൾ സൈഡ് ടേപ്പ്. ഇത് വന്നിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പിൻ പോയിൻ്റെ ഒരു അടിപൊളി ബോൾ പെന്നാണ്. എനിക്ക് ഈ ഒരു പെൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പെന്നാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇടയ്ക്ക് ഓരോ കൊല്ലങ്ങളാകുമ്പോഴും എൻ്റെ പേനയുടെ കളക്ഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പ്രാവശ്യം പിൻ പോയിൻ്റ് ആണെങ്കിൽ കുറച്ച് നാളായും എനിക്ക് പിൻ പോയിൻ്റ് ഇഷ്ടമുള്ളതായിരിക്കും. പിന്നെ വേറെ പെനാവും. അങ്ങനെ ഓരോ പെനുകളായിട്ട് ഞാൻ മാറലുണ്ട്. അതെന്താണെന്നറിയില്ല, അങ്ങനെയാണ് ഞാൻ. ഇനി വന്നിട്ട് എന്താ പറയുക, എൻ്റെ നെയിം സ്ലിപ്പാണ്. എൻ്റെ അനിയന് നെയിം സ്ലിപ്പ് വാങ്ങിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇവിടെ കുറേ നെയിം സ്ലിപ്പ് ഉണ്ട്. എനിക്ക് വന്നിട്ട് നെയിം സ്ലിപ്പ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അപ്പം ചാടി വീഴും. അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള നെയിം സ്ലിപ്പാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ള വൈബ്രൻറ്റ് കളേഴ്സാണ് ഗായ്സ്. അപ്പോൾ ഇത് കുറച്ചധികം പിറക്കി എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അവസാനം നമ്മൾ ഇത്ര നേരം തിരഞ്ഞ നമ്മുടെ ടേപ്പ് കുട്ടാനെ കിട്ടി കേട്ടോ ഗൈസ്. നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് 2 ഉണ്ടായിരുന്നു. അതിൽ 1 കിട്ടിയിട്ടുണ്ട്. അതിൽ 2 കിട്ടി. 1 നേരത്തെ കിട്ടി, 1 ഇപ്പം കിട്ടി. ഇനി വന്നിട്ട് എൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഒന്ന് വന്നിട്ട് മാത്സിൻ്റെ ഗൈഡുണ്ട്, സയൻസിൻ്റെ ഗൈഡുണ്ട്. എല്ലാ ഗൈഡും പാപ്പ വാങ്ങിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് 2 ഗൈഡ് മാത്രം മതി, പഠിച്ചാൽ മതി എന്നാണ് പാപ്പ പറഞ്ഞത്. ഗൈഡൊക്കെ വാങ്ങിച്ചു തരാം, പക്ഷേ പഠിച്ചാൽ മതി. ഇത് വന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ആണ്. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് തന്നില്ല. പിന്നെ ഗൈഡും ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നല്ല വീട്ടുണ്ട്. ഇത് എങ്ങനെ ചുമന്ന് സ്കൂളിൽ കൊണ്ടുപോകുമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. എൻ്റെ അനിയൻ്റെ ബാഗിന് നല്ല വീട്ടുണ്ട് അവൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ. ഇത് ടെക്സ്റ്റ് ബുക്കിന് മാത്രം വെയിറ്റാണ്. അപ്പോൾ നോട്ട്ബുക്കും കൂടി വരുമ്പോൾ നല്ല ശുഭാശായിട്ടിരിക്കും. നമ്മുടെ പുറമൊക്കെ അങ്ങോട്ട് ഒടിഞ്ഞിരിക്കും കേട്ടോ ഗീസ്. അപ്പോൾ ഇനിയൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ ബാഗൊക്കെ തൂക്കി പോകാനുള്ളതാണ്. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. എനിക്ക് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. ഇങ്ങനെ മൊത്തം കുഴച്ച് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും കവർ ചെയ്യണം. അപ്പോൾ ഇത് നല്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ 2 കിറ്റ് ഉണ്ടോ, ഈ 2 സഞ്ജീവ് പോലത്തെ വലിയ കിറ്റ്. ഇത് ഞങ്ങളുടെ സ്കൂളുടെ ആണ്, ആലങ്കാട് ജമാൻ പബ്ലിക് സ്കൂൾ. അപ്പോൾ ഞങ്ങളുടെ യൂണിഫോമാണ്. എൻ്റെ ഉണ്ട്, എൻ്റെ അനിയൻ്റെ ഉണ്ട്. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് കാട്ടുന്നില്ല. യൂണിഫോം എന്നിട്ട് എല്ലാവർക്കും അറിയായിരിക്കും ആലങ്കാട് ജമാത്തിൽ. തയ്ക്കാൻ കൊടുത്തിട്ടില്ല ഗൈസ്. ഇനി വെറും കൂടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു 10 ദിവസം ഉണ്ടാവും. തയ്ക്കാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. നമുക്ക് നെക്സ്റ്റ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വന്നിട്ട് നമ്മൾ ഐബെല്ലിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്കൂൾ ഒരു ഓഫേഴ്സ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വെറും 30 രൂപക്കാണ് ഇതൊക്കെ കിട്ടിയത്. 75 രൂപയാണ് എൻ്റെ ഒറിജിനൽ റേറ്റ്. പക്ഷെ 30 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റ് അവിടെ നിന്നുള്ളതാണ്. വന്നിട്ട് നമ്മൾ HNC സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും അവിടെ നിന്നാണ്. അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. HNC സ്റ്റോർ
സെക്കൻഡ് ഫ്ലോർ എടപ്പള്ളി. നമ്മുടെ ലുലുവിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ ഗൈസ് ഈ ഒരു ഷോപ്പ്. നമ്മുടെ എന്താ പറയുക മൗസീൻ്റെ ഒക്കെ അടുത്തായിട്ടേ വരിക. പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് ബുക്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. അവിടെ കുറേ അടിപൊളിയായിട്ടുള്ള സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റോറി ബുക്സ് ഒന്നും അധികം വായിക്കാറില്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്താൻ പോയില്ല. വെറുതെ കാണാൻ വേണ്ടി മാത്രം നമ്മൾ വെറുതെ പോകും. ഈ കോഴിയാണെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്, കടന്ന് കൂവിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുറേ സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഗൈസ്. അപ്പോൾ ഇത് എടുക്കാൻ നേരത്തെ എൻ്റെ കൈ നിറച്ചു സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് 2 ഹൈലൈറ്റർ. എനിക്കിങ്ങനെ ഹൈലൈറ്ററൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമല്ലേ. അതുകൊണ്ട് 2 ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. റേറ്റ് വന്നിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ 2 ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതേ പേനയാണ്, ഈ ഒരു ബ്ലൂ കളർ പേനുണ്ട്. ഇത് വന്നിട്ട് എൻ്റെ അനിയൻ്റെ ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം ആരും ശ്രദ്ധിക്കേണ്ട ഗൈസ്. ഇത് വന്നിട്ട് എൻ്റെ അനിയൻ്റെ പേനയാണ്. അവൻ ഇങ്ങനത്തെ പേനൊക്കെ യൂസ് ചെയ്യൽ. അപ്പോൾ പേനയുടെ പേരൊന്നും അറിയില്ല, ഡോംസിൻ്റെ പേനയാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ പെറുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയന് ഇങ്ങനത്തെ പേനക്കൊക്കെ ഭയങ്കര കൗതുകമാണ്. ഇതുപോലത്തെ പേന വെറുതെ കളിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്, കാണാനും കളിക്കാനും വേണ്ടി വാങ്ങിച്ചതാണ് അവൻ ഈ ഒരു പേന. പിന്നെ വന്നിട്ട് 2 സ്കെയില്, എനിക്കും എൻ്റെ അനിയനും വേണ്ടി 2 സ്കെയില് വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാമലിൻ്റെ സ്കെയിലാണ്. പിന്നെ വന്നിട്ട് എൻ്റെ വൈറ്റ്നർ ഇല്ലാണ്ട് ഞാൻ സ്കൂളിലും കൂടി പോകില്ല. വൈറ്റ്നറാണ് എൻ്റെ ഇത്. സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് തെറ്റണത് ഒട്ടും ഇഷ്ടമല്ല. സ്കൂളിൽ ഇങ്ങനെ ഒരു മാർക്ക് പോലും എന്നെ ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ വൈറ്റ്നർ കൊണ്ടുപോകും മറന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ബുക്കിൽ ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ട് തെറ്റ്. അപ്പം തന്നെ ആ പേജ് അങ്ങോട്ട് വലിച്ചിടും. മൊത്തത്തിൽ മിസ്റ്റേക്ക് വന്നാൽ മൊത്തം ബുക്കാണ് വലിച്ചു കീറും ഗൈസ്. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. എൻ്റെ ബുക്ക് എനിക്ക് എപ്പോഴും നീറ്റായിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ്നർ വാങ്ങിച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഡോംസിൻ്റെ ആണ്. ഇനി വന്നിട്ട് സ്റ്റാപ്ലെയർ പിൻ ഗൈസ്. സ്റ്റാപ്ലെയർ പിൻ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചധികം. അപ്പോൾ അതും നമുക്ക് ഈ കിറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കായിട്ട്. ഇനി വന്നിട്ട് ഈ ഒരു ബ്രഷ്. ഇപ്പോൾ ക്രാഫ്റ്റും വീഡിയോസൊക്കെ ഞാൻ ഇപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇതുപോലത്തെ സെയിം ആയിട്ടുള്ള ഒരു ബ്രഷ് എനിക്കുണ്ട്. എന്നാലും ബ്രഷ് കാണുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ഇതാണ്. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് മാർക്കറാണ്. മാർക്കർ നമ്മുടെ വൈറ്റ് ബോർഡ് മാർക്കറാണ്. ഇതെൻ്റെ കയ്യിൽ കുറച്ചധികം ഉണ്ട്, എന്നാലും ഞാൻ വാങ്ങിക്കും. ഇത് നമ്മൾ നേരത്തെ കാണിച്ച പച്ച. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റേഷനറി കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കുട്ടി കുട്ടി ഐറ്റംസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി വന്നിട്ട് ഒരു ബ്രഷും കൂടി ഉണ്ട് ഗൈസ്. ഇതെൻ്റെ ഉമ്മ വാങ്ങിച്ചതാണ്, എനിക്കല്ല, ഇത് ഉമ്മക്കാണ്. ഉമ്മക്ക് കേക്കിലൊക്കെ പേര് എഴുതൂലേ, അതിനു വേണ്ടി. ഉമ്മല്ല പേര് എഴുതണം, ഞാനാണ് പേര് എഴുതുന്നത്. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷെ ബ്രഷിന് എന്തോ ഒരു ചിരിവില്ലേ ഗൈസ്, പറയൂ ഗൈസ്, എന്തോ ഒരു ചിരിവില്ല. ഇങ്ങനെ ഉമ്മക്ക് കാട്ടി കൊടുക്കണം. ഈ കിറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പണി കിട്ടിയതാണേ. അങ്ങനെ ഇതൊക്കെയാണ് ഈ ഒരു കിറ്റിൽ വന്നിട്ട്. അപ്പോൾ നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റാം. കോഴിയാണെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനി വന്നിട്ട് ഇത്രയും റോൾ വാങ്ങിച്ചു. ഇത് ഞാൻ പിറക്കി എടുത്തപ്പോൾ തന്നെ ഇല്ലേ എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കുമായിരുന്നു, ഇത്രയും റോൾ എന്തിനാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ ബുക്കുണ്ട്, ഞാനിപ്പോൾ 9ലാണല്ലോ പഠിക്കുന്നത്. ഇതാണെങ്കിൽ വന്നിട്ട് ഇത്തിരി ഉണ്ടാവുള്ളൂ, തികഞ്ഞില്ലെങ്കിൽ പണി പാളൂന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം കൂടി പിറക്കി എടുത്തത്. അവസാനം ആൾക്കാർ വിചാരിച്ച് അത് വിൽക്കാൻ വെച്ചേക്കണം. ഞാൻ ഇതവിടെ വെച്ചിട്ട് വേറെ സാധനം എടുക്കാൻ പോയപ്പോഴത്തേനും ഇതിൽ നിന്ന് കുറേ പേരൊക്കെ എടുത്തുകൊണ്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ എനിക്ക് സെലക്ട് ചെയ്ത് വെച്ചേക്കണാണ്. അങ്ങനെ അതൊക്കെ കുറേ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഇതുണ്ടല്ലോ, ഈ ഒരു കളർ വന്നിട്ട് എൻ്റെ അനിയൻ്റെ ആണ്, യെല്ലോ. എനിക്ക് പിങ്ക്, എനിക്ക് എൻ്റെ പിങ്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് 2-3 ബുക്കുണ്ട്. ഇത് ഒന്ന് വന്നിട്ട് എൻ്റെ ഉമ്മാക്ക്, ഒന്ന് വന്നിട്ട് എനിക്ക്. ഇത് നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ വെറുതെ വാങ്ങിച്ചതാണ്. എനിക്ക് ക്യൂട്ട് ഐറ്റംസ് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയുക, ഇങ്ങനെ വരും. അങ്ങനെ പെറുക്കിയെടുത്തതാണ് ഈ 2 ബുക്ക്. ഒരെണ്ണം വന്നിട്ട് ഉമ്മാക്ക് വാങ്ങിക്കാൻ പറഞ്ഞിട്ടാണ്, ഒരെണ്ണം വന്നിട്ട് ഞാൻ. വരില്ലാത്ത ബുക്കാണ്. ഇത് വന്നിട്ട് എൻ്റെ അനിയന് ആക്ടിവിറ്റി ചെയ്യാനാണ്. ഞങ്ങളുടെ സ്കൂളായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാട് ജമാഅത്ത് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ വന്നാലും വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. അതാണ് ഞങ്ങളുടെ സ്കൂള്. ആക്ടിവിറ്റി ഒന്നുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം ഗൈസ്. ഞാൻ ഇതുവരെ ഒന്നുപോലും തൊട്ടോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, തലേ ദിവസമാണ് ചെയ്യുക, സ്കൂളിൽ തുറക്കണേൻ്റെ തലേദിവസം. ഇത് വന്നിട്ട് എൻ്റെ കുടയാണ് ഗൈസ്, എൻ്റെ കുട. അപ്പോൾ ജോൺസിൻ്റെ ഒരു അടിപൊളി കുട വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അനിയന് കുടയില്ലേ എന്ന്. എൻ്റെ അനിയന് കുടയില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക്
എനിക്ക് ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട കുടമാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ ഒരു ഇത് വേണം, എന്നാലും എനിക്ക് കുട വാങ്ങിക്കാൻ ഒരു എത്ര ഇതുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഈ പ്രാവശ്യം എന്ത് ചെയ്തു, ഞാൻ കുട വാങ്ങിച്ചു. ഇത് നമ്മുടെ എന്താ പറയുക ഐബലിന്ന് വാങ്ങിച്ചോളൂ. അത്യാവശ്യം നല്ല വില കുറവുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് ഐറ്റംസ് ആൻഡ് കുറച്ച് സ്പീക്കർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ ഗൈസ്. അതൊന്നും ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയല്ലല്ലോ. ഇനി വന്നിട്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു കവറിൽ ഈ കൊടയുണ്ട്, ഈ പൊതിയണ സാധനമുണ്ട്, ഈ 3-4 ബുക്കുണ്ട്. ഇതാണ് ഈ ഒരു ഐബലിന്ന് നമ്മൾ കുറച്ച് സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതാണ്. ഇത് വന്നിട്ട് സോറി ഗൈസ്, ഇത് വന്നിട്ട് ബാക്ക് ടു സ്കൂൾ അല്ല, ഇത് എൻ്റെ അനിയൻ്റെ ഡ്രസ്സാണ് കല്യാണത്തിന് ഇടാനുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്, നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. ബാഗ് വാങ്ങിച്ചതും അതുപോലെ തന്നെ വാട്ട്സ് ഇൻ മൈ ബാഗ് ഒക്കെ നമ്മൾ പിന്നെ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് വന്നിട്ട് ഇതൊക്കെയാണ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ബാഗിൻ്റെ പിക്ചർ കാണുന്നുണ്ട്, ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം കൊടുക്കാം കേട്ടോ ഗൈസ്. ഇവിടെ സ്ക്രീനിലും എല്ലായിടത്തും കൊടുക്കാം പിക്ചർ. അപ്പോൾ ആ ഒരു ബാഗാണ് ഞാൻ വന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റിവ്യൂവും കാര്യങ്ങളും അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിലിടാം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ബുക്കൊക്കെ പൊതിയണം. വീഡിയോ എടുത്തു കഴിഞ്ഞാലാണ് ബുക്കൊക്കെ പൊതിയാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബുക്കൊക്കെ പൊതിയാൻ കുറച്ച് ലേറ്റായി. ഇനിയിപ്പോൾ അത്ര സമയമൊന്നുമല്ല, 10 ദിവസം എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെയാണ് കല്യാണത്തിന് പോകണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നേ പൊതിഞ്ഞ് വെക്കാണ്. അപ്പോൾ പൊതിയുന്ന വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.